ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ല സിക്കന്ദി റഹ്മത്തുള്ളാഹിയുടെ 102ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അള്ളാഹുമായിട്ടുള്ള ഉൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുമായിട്ട് മാനസികമായി വല്ലാതെ അടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു തന്നെ അവന്റെ ചില ആവശ്യങ്ങൾ ചോദിക്കാനുള്ള തോന്നലുകൾ അവന്റെ മനസ്സിൽ അള്ളാഹു താല ഇട്ട് കൊടുക്കും. ദുആ ചെയ്യാനുള്ള തോന്നലുകൾ ഇട്ട് കൊടുക്കും. അപ്പോ നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കപ്പെടുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രം അല്ല. ആണോ? നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കുറെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇല്ലേ? നമ്മളിപ്പോ ശ്വാസം വലിക്കുന്നുണ്ട് ഓരോ സെക്കൻഡും. ഇതിങ്ങനെ ഓരോ സെക്കൻഡും എനിക്ക് ശ്വാസം തരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ അങ്ങനെയാണല്ലോ. അതേ സമയത്ത് ചില സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് പൂർത്തീകരിക്കപ്പെടുന്നു. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ തന്നെ ഉണ്ട് അവിടെ. അവർക്കും ചിലപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അവർക്ക് എന്തുണ്ട്? വിവാഹങ്ങൾ ശരിയാവുന്നുണ്ട്. ബിസിനസ്സുകൾ ഉഷാറാവുന്നുണ്ട്. അവരെ പ്രാർത്ഥിക്കാത്ത സംഗതി എന്തില്ല അവിടെ ഇല്ല. അപ്പോ പ്രാർത്ഥന എന്ന സംഗതി എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അല്ല. കാര്യങ്ങൾ നടക്കുന്നത് വെറും പ്രാർത്ഥനയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏത് നടക്കും? കാര്യങ്ങൾ നടക്കും. പിന്നെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാത്തുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണ്? എന്നാൽ പ്രാർത്ഥന എന്തിനാണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല അള്ളാഹുവിന്റെ അടിമക്ക് വെച്ച അടിമത്തം പ്രകടിപ്പിക്കാൻ വെച്ച ഒരു അമൂല്യമായ ഒരു സാഹചര്യമാണ് ശരിക്കത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും എന്ത് ചെയ്യണം? നിസ്സഹായതായിട്ട് നമ്മളിങ്ങനെ താഴ്ന്ന് കീഴാണ്. ഈ ഒരു അവസ്ഥ, മാനസികമായ അവസ്ഥ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അടിമത്തം പ്രകടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ശരിക്കും പ്രാർത്ഥന. ആ നിലക്ക് നോക്കുമ്പോ എന്താണ് പ്രാർത്ഥന? വലിയൊരു ഇബാദത്താണ്. അപ്പൊ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥന. എന്താണ്? അടിമത്തത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ശരിക്കും പ്രാർത്ഥന. നമ്മൾ മുമ്പ് ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹു താല ചില സംഗതികൾ നമുക്ക് അവന്റെ ഖദറിൽ തരാൻ തീരുമാനിച്ച പല സംഗതികളും ചിലപ്പോൾ അതിന്റെ സബബായിട്ട് ഏത് വെച്ചിട്ടുണ്ടോ? പ്രാർത്ഥന വെച്ചിട്ടുണ്ടോ? പ്രാർത്ഥന അല്ലാത്ത സംഭവം ഉണ്ടോ? പ്രാർത്ഥന എന്താ സബബ്? മനസ്സിലായില്ലേ? അതിന്റെ ഒരു കാരണമാണ്. പ്രാർത്ഥന ഇല്ലാത്ത കാരണമുണ്ടോ? പ്രാർത്ഥന കാരണമുണ്ടോ? പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് ആമുണ്ട്, റഹ്മത്ത് ഖാസുണ്ട്. റഹ്മത്ത് ആമ് എന്താ? എല്ലാവർക്കും, ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും, വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കൊക്കെ കൊടുക്കുന്ന സംഗതിയാണ് ഇത് റഹ്മത്ത് ആമ്. അതാണ് നമ്മൾ പറഞ്ഞത്. ദ്വാരക്കാദ്യം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു യുക്തിവാദി പറഞ്ഞു, നിങ്ങളിങ്ങനെ 5 വ്യക്തി ദ്വാരക്കുന്നുണ്ട്, ഞാനൊന്നും ദ്വാരക്കില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റഹ്മത്ത് ആമാണ്, വ്യാപകമായ റഹ്മത്താണ്. അപ്പൊ ശൈത്താന്മാരും ഇവിടെ വളർത്തുന്ന ആര് തന്നെയാണ്? പഠിച്ചോൻ തന്നെയല്ലേ. റഹ്മത്ത് ഖാസ് എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മത്ത് ഖാസ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് പ്രത്യേകമായി അള്ളാഹു പറയുന്ന സബബുകൾ ചെയ്തുകൊണ്ട് അള്ളാഹു താല കൊടുക്കുന്ന സംഗതിയാണ് ഇത് റഹ്മത്ത് ഖാസ്. പ്രത്യേകിച്ച് പാപമോചനം അല്ലെങ്കിൽ ആത്മീയമായ വളർച്ചകൾ, ഇതൊക്കെ റഹ്മത്ത് ഖാസുകളാണ്. ഇതിനൊക്കെ ഏറ്റവും വലിയ സബബാണ് ശരിക്കും ഏത്? പ്രാർത്ഥന. അപ്പൊ അള്ളാഹു താലയുടെ അടിമ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമക്ക്
അള്ളാഹു തആല മനസ്സിലെന്ത് ചെയ്യും? പല വിഷയങ്ങളും പ്രാർത്ഥിക്കാനുള്ള തോന്നലുകൾ ആരിട്ട് കൊടുക്കും? അള്ളാഹു തആല ഇട്ട് കൊടുക്കും. അയാളെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനെ ഒരാൾക്ക് ഇന്ന വിഷയം എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ അത് ദുന്യാവിന്റെ കാര്യമാകട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ, നമുക്കും ദുന്യാവിന്റെ കാര്യം ഇബാദത്ത് രീതിയിൽ തന്നെ പ്രാർത്ഥന ആക്കി മാറ്റാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു ദുന്യാവിന്റെ കാര്യമാകട്ടെ ആഖിറത്തിന്റെ കാര്യമാകട്ടെ നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? അള്ളാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളുടെ മനസ്സിൽ അതൊരു അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു തോന്നലിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മനസ്സിലപ്പൊ തോന്നൽ വരും, എനിക്ക് ഈ വിഷയം തന്നെ തോരക്കണം തോന്നും. അങ്ങനെ തോരക്കാനുള്ള ഒരു തോന്നല് ഏത് വിഷയത്തിലോ നമുക്കുണ്ടാവുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിൽ അള്ളാഹു തആല ഉത്തരം തരാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള എന്താണ് ഒരു സൂചനയാണത്. അതാണ് സൂഫിയാക്കൾ പറയുന്ന ആ വിഷയത്തിലുള്ള ഒരു കൺസെപ്റ്റ് പോലും. അപ്പൊ ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ നമുക്ക് അത്ര പെട്ടെന്ന് നടക്കാൻ ചാൻസും തോന്നുന്ന സംഗതിയില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? എപ്പോഴും എന്റെ മനസ്സ് പറയണത് തോരക്കണം എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്താണ്? അഞ്ഞ് എത്ര വൈകിയാലും ആ സമയം അല്ലാഹു തആല എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കാലതാമസം പ്രശ്നമില്ല. നമ്മൾ പറയുന്നില്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? നമുക്ക് മനസ്സിന്റെ ആവശ്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നോ നാളെ മറ്റന്നാളോ എന്നുള്ള എന്ത് ചെയ്യണ്ട, ടൈം നമ്മൾ കാൽക്കുലേഷൻ ഇല്ല. അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ സംഗതി കിട്ടും. ഫിറൗനെതിരെ മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയ എപ്പോൾ വർഷം? 40 വർഷം കഴിഞ്ഞു അല്ലേ? പക്ഷെ അവർക്ക് ദ്വാരക്കാൻ തോന്നി, അവർ പ്രാർത്ഥിച്ചു. അപ്പോ നമ്മളെ മനസ്സിൽ ചിലപ്പോ എന്താവും? അപ്പൊ ആത്മീയമായ പല സ്ഥാനങ്ങളും വളർച്ചകളും നമ്മൾ വിചാരിക്കും നമ്മളുടെ ഈ ദുന്യവിയ സാഹചര്യം കൊണ്ട് നമ്മളൊന്നും ഇപ്പൊ അങ്ങനെ ആവില്ല. എന്നാൽ നമ്മളെ മനസ്സിൽ എന്തുണ്ട്? അങ്ങനെ ദ്വാരക്കാണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. അപ്പൊ അതാണ് ഹിക്മത്തിൽ പറയുന്നത്. മത്താ അത്തലക്ക, എന്നാൽ തീരെ പ്രാർത്ഥിക്കാത്ത അവസ്ഥയും ഉണ്ട്. അതാണ് ശേഷം ഹിക്മത്ത്. അപ്പൊ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, നമുക്ക് എപ്പോഴാണോ പ്രാർത്ഥിക്കാൻ തോന്നുന്ന അവസ്ഥ, ആ അവസ്ഥയുടെ സൂചന എന്താണ്? അല്ലെങ്കിൽ തീരെ പ്രാർത്ഥിക്കേ വേണ്ടാത്ത ഒരു മാനസികമായി തോന്നുന്ന അവസ്ഥ ഉണ്ടോ? ആ അവസ്ഥയുടെ സാഹചര്യം, ആ അവസ്ഥ കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ഈ രണ്ട് ഹിക്മത്തിലൂടെ പറയുന്നത്. ആദ്യം ഈ ഹിക്മത്ത് വായിക്കാം. മത്താ അത്തലക്ക ലിസാനക്ക ബിത്വലബ്. മത്ത എപ്പോഴാണ് അത്തലക്ക ലിസാനക്ക, നിന്റെ നാവിനെ അല്ലാഹു തആല അനുവദിക്കുന്നത്? അത്തലക്ക എന്ന് ഉദ്ദേശിക്കുക, അത്തലക്ക കലാമുൽ ബിൽ കലാം എന്നൊക്കെ അറബി പ്രയോഗമുണ്ട്. അനുവദിക്കാൻ, സംസാരിക്കാൻ അനുവദിക്കുക. അത്തലക്ക ബിയദിക്കാൻ, നിന്റെ കൈകൊണ്ട് പിടിക്കാൻ അനുവദിക്കുക, അങ്ങനൊക്കെ പ്രയോഗമുണ്ട്. അപ്പൊ നിന്റെ നാവിനെ എപ്പോഴാണോ അല്ലാഹു തആല അനുവദിക്കുന്നത്? ബിത്വലബി, പ്രാർത്ഥന കൊണ്ട്, അള്ളാഹുവിനോട് തേടുന്നതിൽ കൊണ്ട് അല്ലാഹു തആല എപ്പോഴാണോ നിന്റെ നാവിനെ അനുവദിക്കുന്നത്? ഫഅലം, അപ്പോൾ നീ അറിയുക, അന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല യുരീദു, അവൻ ഉദ്ദേശിക്കുന്നുണ്ട്, അയ്യൂതിയക, ആ കാര്യം നിനക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും മനസ്സിലൊരു വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്. ഒരു മക്കളെ യുവാക്കാരിയാകട്ടെ, അത് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ ഇപ്പൊ ദ്വാരക്കണം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അത് വേഗം ശരിയാക്കി തരാൻ ആരും ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെ. ആരോഗ്യമാകട്ടെ, അല്ലെങ്കിൽ നമ്മളെ ആത്മീയമായ സ്ഥാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്താവട്ടെ, നമുക്ക് അത് ദ്വാരക്കാൻ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്താണ്? അത് അല്ലാഹു തആല നമുക്ക് തരാൻ വിചാരിച്ചാൽ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആദിയായ സംഭവം എന്നാ പറയുക. സാധാരണ ഒരു കാരണമാണ്, അല്ലാതെ അസാധാരണ കാരണം എന്നല്ല, അല്ലേ? പ്രാർത്ഥന എന്താണ്? ഒരു സാധാരണ അല്ലാഹു തആല വെച്ച ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതമാണോ പ്രാർത്ഥന എന്ന സംഗതി? അല്ലല്ലോ. അപ്പോ എന്താ പറയാ, കൃഷി വിത്തിട്ടതുകൊണ്ട് എന്ത് ചെയ്തു? ആ സാധനം മുളച്ചു. അപ്പൊ ഞാനത് പാകിയിട്ട് മുളച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുഭവം തന്നെ. കാരണം വിത്തിട്ട സാധനം എന്ത് ചെയ്യും? അല്ലാഹു തആല മുളപ്പിക്കും. അതുപോലെ പ്രാർത്ഥിച്ച് അതേപോലത്തെ മഹാന്മാർ അതേപോലെ തന്നെ ആദിയായ സാധാരണ ഒരു കാരണം തന്നെയാണ് ഏത്? പ്രാർത്ഥന. അപ്പൊ നമ്മൾ ദ്വാരത ഏത് കിട്ടും? ഉത്തരം കിട്ടും എന്നർത്ഥം.
അതുകൊണ്ടാണ് പിന്നെ വിശ്വാസം പറഞ്ഞ് മൻ അഅത ദുആ, ഒരു മനുഷ്യന് അല്ലാഹു തആല പ്രാർത്ഥനയെ കൊടുത്താൽ ലം യുഹ്രിമുൽ ഇജാബ, ഉത്തരത്തെ എന്തില്ല അയാൾ തൊട്ട് തടയുക എന്നാണ്. അത് ഹദീസിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് ഏതൊരു വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, എന്റെ അർത്ഥം എന്താ, നമുക്ക് അല്ലാഹു തആല ആ സംഗതി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം മൻ അദിന ലഹു ഫി ദുആഇ മിൻകും, നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹു തആല പിന്നെ പ്രാർത്ഥിക്കാനുള്ള അനുമതി തന്നാൽ ഫഖദ് ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മ, തീർച്ചയായിട്ടും അവൻ അല്ലാഹു തആല കാരുണ്യത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഉറപ്പാണെന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു ഒമാസു അല്ലാഹു ഷൈഅൻ അഹബ്ബു ഇലൈഹി, അല്ലാഹുവോട് ചോദിക്കുമെന്ന് വെച്ച് ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടം മിനൽ അഫ്വി വൽ ആഫിയ, എന്നാലും പറയും എന്താണ്, മാപ്പ് ചോദിക്കുകയും ആഫിയത്ത് അഫ് ആഫിയ. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് അതൊക്കെ ഏറ്റവും ഇഷ്ടം ഏതാണ്, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ എന്ത് ചെയ്യാ, ആരോഗ്യത്തെ ജീവിത ആരോഗ്യ സുഖത്തെയും അവിടെ ചോദിക്കാം, അള്ളാഹുവിനെ ചോദിക്കാം. മഹാനായ ഇമാം ഖത്താനി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട് ലം യഫ്തഹില്ലാഹു ലിസാനൽ മുഅ്മിനി ബിൽ മഗ്ഫിറത്തി, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല ബിൽ മഗ്ഫിറത്തി, അള്ളാഹുവിനോട് എന്ത് ചെയ്തു, ഉദറിന്റെ വാതിൽ തുറന്ന്. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പഠിച്ചവനെ എന്റെ അടുത്ത് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ചെയ്തു, അയാൾ അള്ളാഹുവിനോട് എക്സ്ക്യൂസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇല്ലാ വഖാലഹു വഖദ് ഫതഹലഹു ബാബൽ മഗ്ഫിറത്തി, അല്ലാഹു തആല ചെയ്യും അവന് മഗ്ഫിറത്തിന്റെ വാതിൽ തുറക്കുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് അള്ളാഹുവിനോട് ഇങ്ങനെ എക്സ്ക്യൂസ് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് പറയാൻ തോന്നുന്നതാണ് അള്ളാഹു തആല നമുക്ക് മഗ്ഫിറത്ത് തരാൻ തീരുമാനിച്ചുകൊണ്ട്. അപ്പൊ അതാണ് ഹിക്മൽ പറയുന്നത്. നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ പ്രാർത്ഥനയുടെ വാതിൽ തുറക്കുന്നത്, അപ്പൊ അതിനർത്ഥം അള്ളാഹു തആല നമുക്ക് ഉത്തരം തരാൻ ഉദ്ദേശിച്ചു എന്നുള്ളത്. അതേ സമയത്ത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുടെ അവസ്ഥയാണ് അടുത്ത ഹിക്മത്തിൽ പറയുന്നത്. അതെന്താ, ആരിഫ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും അവരുടെ പ്രാർത്ഥന എന്താ, അതാണ് അടുത്തേക്ക് പറയുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയ, എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടാവുള്ളൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുണ്ടാവും. പക്ഷെ എന്ത് കാര്യം പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവില്ല, പ്രത്യേകമായ ഒരു എയിംസ് ഉണ്ടാവില്ല. ചിലപ്പോ നമുക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള മനസ്സ് തന്നെ ഉണ്ടാവും, എന്ത് കാര്യം തോരക്കണ്ടെന്നുണ്ടാവില്ല. അപ്പൊ ഒരു സബബും ആവശ്യം, ഒരു കാരണവും നമുക്ക് അള്ളാഹുവിനെ ആവശ്യപ്പെടാനില്ലാത്ത, എന്നാൽ പ്രാർത്ഥിക്കണം എന്നുള്ള മനസ്സുണ്ടാകുമ്പോഴും അപ്പോൾ മഹാന്മാർ പറയുന്നത് എന്താണ്, അപ്പോൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹു നമ്മോട് ചോദിക്കുന്നതാണ് നമ്മൾ അള്ളാഹോട് ചോദിക്കേണ്ടത്. നമ്മൾ മുമ്പ് പറയുന്നത് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് ഏതാ, നിഷ്കളങ്കനായ ഒരു കറകളഞ്ഞ അള്ളാഹുവിന്റെ അടിമയാകലാണ്. അപ്പൊ അതാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, അള്ളാഹോട് ചോദിക്കുന്നത്. എന്നാൽ ചില സമയത്ത് മനസ്സിലാക്കുക, ചില സമയത്ത് എന്താണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ, അള്ളാഹുവിന്റെ അടിമകൾ, അവരെന്താണ് പിന്നെ ചിലപ്പോ പ്രാർത്ഥിക്കേയില്ല. കാരണം അവരുടെ പ്രാർത്ഥനയുടെ അർത്ഥം വേറെയാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ അടിമകളുടെ പ്രാർത്ഥനയുടെ വേറൊരു അവസ്ഥയാണ് അടുത്ത ഏകമത്തിൽ പറയുന്നത്. അത് നോക്കാം. അൽ ആരിഫു, ആരിഫ് എന്ന് പറഞ്ഞാൽ ആരിഫ് ആകുന്നത്, ആരിഫ് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ അടിമകൾ. ലാ യസൂലു ഇൽതിറാറുഹു, അവരുടെ അള്ളാഹുവിനുള്ള ആവശ്യബോധം എന്ത് ചെയ്യില്ല, നിലച്ചു പോകാനാണ്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഫുൾ ടൈം ആരിലെ ആവശ്യമുള്ളവരായിരിക്കും, അള്ളാഹുവിന് ആവശ്യമുള്ളവരായിരിക്കും. ഇൽതിറാറുൽ ഇഖ്തിയാർ, ഇഖ്തിയാർ എന്താണ്, ഇൽതിറാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് എന്താണ് ആ വിഷയത്തിൽ എന്താണ്
ഫുൾ ടൈം ആവശ്യകതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതല്ലാത്തൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലുള്ള മാനസികമായ അവസ്ഥയാണ്. അപ്പൊ അൽ ആരിഫ് ലാ യസൂലു ഇൽതിറാറു, അയാൾ അള്ളാഹുവിനോടുള്ള ആവശ്യബോധം അയാൾക്ക് നിന്നു പോവുകയില്ല. വലാ യകൂനു മാ ഗൈറല്ലാഹി, അള്ളാഹു അല്ലാതെ വേറൊന്നിനോട് കൂടെയും ആവുകയില്ല. ഖറാറുഹു, അയാളുടെ സമാധാനവും അയാളുടെ സ്ഥിരതയും അള്ളാഹു അല്ലാത്ത വേറൊന്നിനോട് കൂടെയും ഉണ്ടാവില്ല. അപ്പൊ ഏത് സമയത്തും അള്ളാഹുവിനുള്ള ഇൽതിറാറുണ്ടാവും, അതിൽ അള്ളാഹുവിനുള്ള സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫുൾ ടൈം അള്ളാഹുവിനെ കൊണ്ട് അയാളുടെ മനസ്സ് സമ്പുഷ്ടമാണ്. കാരണം എപ്പോഴും അള്ളാഹുവിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എന്തിനും ആവശ്യമില്ല, അവർക്ക് എന്ത് ആവശ്യമില്ല, പ്രത്യേകം എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതുകൊണ്ടാന്ന് പറയേണ്ട ആവശ്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആരിഫീങ്ങളെ സംബന്ധിച്ചെന്താണ്, അവരെന്താണ്, അവരുടെ മനസ്സ് ഫുള്ള് അള്ളാഹുവിൽ സമ്പുഷ്ടമാണ്. അള്ളാഹു അല്ലാത്ത വേറെ എന്തിനൊന്നില്ല, അവർക്ക് അതില്ല, ആവശ്യബോധമില്ല. അള്ളാഹു അല്ലാത്ത വേറൊന്നിനോടും അവരുടെ മനസ്സ് സമാധാനവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഫുൾ ടൈം അവർക്ക് എന്താണ്, പ്രത്യേകിച്ചൊരു വിഷയം പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും എന്താണ്, അവരുടെ മനസ്സ് എപ്പോഴും പ്രാർത്ഥനയാണ്. അതാണ് റാബിയത്തുൽ നദിയുടെ പ്രാർത്ഥനയിൽ കാണാം, ഞാൻ എന്റെ റബ്ബിനോട് എന്റെ നാവ് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് എന്റെ ഹൃദയം അള്ളാഹുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആരിഫ്യങ്ങളാണ്, കണക്ഷൻ കിട്ടിയവരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആരിഫ്യങ്ങളെ സംബന്ധിച്ചത് നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ചത് എന്താണ്, എപ്പോഴും അള്ളാഹുവിലേക്കുള്ള ഉസൂലും മാരിഫത്തും നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ വാസ്തവികങ്ങളായ ആളുകൾ, അള്ളാഹുമായി ബന്ധം ചേർത്ത ആളുകൾ, അവരെ സംബന്ധിച്ചത് എന്താണ്, അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്ക് പോകാതെ ശ്രദ്ധിക്കുന്ന തന്നെ അവരെന്താണ്, അവരുടെ പ്രാർത്ഥനയാണ്. കാരണം അവര് അള്ളാഹുവിന്റെ എന്ന് പറയും. കയ്യൂമിയത്ത് അവർക്ക് എന്താണ്, അവർക്ക് ബോധ്യപ്പെട്ട ആളുകളാണ്, തിരിച്ചറിഞ്ഞ ആളുകളാണ്. കയ്യൂമ എന്ന് പറഞ്ഞാൽ എന്താ, കയ്യൂമ പറഞ്ഞാൽ എന്താ, യായ്യാക്കയും എന്ന് പറയുന്നില്ലേ, അതാണ് ശരിക്കും അസ്മാഉൽ ഹുസ്ന ഇസ്മുൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ആയത്തുൽ കുർസിയിൽ യായ്യാക്കയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇസ്മുൽ അസ്സം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യായ്യാക്കയും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. കയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എന്നും നിലനിൽക്കുന്നതും എല്ലാത്തിനെയും പരിപാലിക്കുന്നവനാണ്. അപ്പൊ അത് 100% ബോധ്യപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. അവർക്ക് കയ്യൂമയത്ത് അവരിൽ എന്താണ്, അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം അവരിൽ അള്ളാഹുവിനുള്ള കയ്യൂമത്തി ബോധ്യപ്പെടുന്നുണ്ടോ അത്രത്തോളം എന്താണ്, അവർ അള്ളാഹുവിലേക്ക് അവരുടെ ഇൽതിറാറ് കൂടുന്നു. ഇൽതിറാറ് കൂടുന്നതിനാൽ അത്രത്തോളം എന്ത് ചെയ്യും, ആവശ്യബോധം അള്ളാഹിന്റെ റബ്ബിൻക്ക് വേണമെന്നുള്ള ആവശ്യബോധം എന്ത് ചെയ്യും, അവർക്ക് കൂടും. എത്രത്തോളം കയ്യൂമത്ത് കൂടുന്നുണ്ടോ അത്രത്തോളം ഇൽതിറാറ് കൂടുന്നതാണ്. അപ്പൊ അതാണ് ആരിഫ്. ശരിക്കും മാരിഫത്ത് എന്ന് പറഞ്ഞ സംഗതി എന്താ, മാരിഫത്ത് പറഞ്ഞ സംഗതി എന്താ, മഹാന്മാർ പറയുന്നത്, അതായത് ചില മഹാന്മാർ അതിന് ഉദാഹരണം കൊടുത്ത്, മഹാൻ ഇബ്നു നജീബിയുടെ കിതാബിൽ കാണാം, മാരിഫത്തിനെ കുറിച്ച് അതിന്റെ ഒരു തുള്ളി ഒരാൾ കുടിച്ചതിനെ കുറിച്ച് ഉദാഹരണം പറയണം. അള്ളാഹുത്തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം മാരിഫത്ത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. അപ്പോ അതിൽ പറയുന്നുണ്ട്, ഒരാൾ 1000 സമുദ്രത്തിൽ നിന്ന് കുടിച്ചാലും, ഒരു വെള്ളത്തിന്റെ വെള്ളം കുടിക്കുമ്പോൾ കമ്പയർ ചെയ്യണം. ഒരാള് 1000 സമുദ്രം എത്ര പോലുണ്ടാവും, 1000 സമുദ്രത്തിൽ നിന്ന് മുഴുവൻ കുടിച്ചാലും എന്ത് ചെയ്യും, അയാൾക്ക് തോന്നും എന്ത്, ഞാൻ തീരെ കുടിച്ചിട്ടില്ല, എന്റെ ചുണ്ട് ഇണങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നത് പോലെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് കിട്ടിയാലോ. അപ്പൊ മാരിഫത്തിന്റെ കുറച്ച് കിട്ടിയാൽ തന്നെ എന്താവും, അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അയാൾക്ക് എന്ത് ചെയ്യാ, അയാൾക്ക് തോന്നാം. അതാണ് അതിന് അറ്റല്ല എന്നാണ്. അപ്പൊ അതിന് അറ്റല്ല, മാരിഫത്തിന് അറ്റല്ല. അതിന് എന്താണ്, മാരിഫത്തിന് എന്തില്ല, അറ്റല്ല. അതാ പറഞ്ഞ 1000 സമുദ്രത്തിന് മുഴുവൻ കുടിച്ച വ്യക്തിക്ക് ഏത് തോന്നുക, എനിക്ക് ദാഹം തീർന്നിട്ടില്ല, എന്റെ ചുണ്ട് ഇപ്പോഴും ഉണങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് എന്ത് തോന്നണേ, 1000 സമുദ്രത്തിന് വെള്ളം കുടിച്ചിട്ടില്ല എന്ന് തോന്നണേ. അപ്പൊ എത്ര മാരിഫത്ത് കിട്ടിയാലും എന്തില്ല, അതിനെന്തില്ല, അറ്റല്ല. അപ്പൊ അത്രയും വലിയ ലോകമാണ് ശരിക്കും മാരിഫത്ത് പറഞ്ഞത്. അപ്പൊ ആ മാരിഫത്ത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഏതുണ്ടാവും, ഇൽതിറാറുണ്ടാവും.
ഇൽത്തിറാറിന് എന്താ? ഇന്റെ റബ്ബില്ലാതെ എനിക്ക് കഴിയൂല എന്നുള്ള വേറെ ഒന്നും ഒരു ഓപ്ഷനും എന്റെ റബ്ബില്ലാതെ എനിക്ക് പറ്റൂല എന്ന് പറയുന്നത് ഇൽത്തിറാർ കൂടും. അങ്ങനെ ഇൽത്തിറാർ കൂടണമെങ്കിൽ പിന്നെ എന്താ ആവശ്യമില്ല, ആൾക്ക് വേറെ പ്രാർത്ഥനയുടെ ആവശ്യമേ ഇല്ല. ആ ഇൽത്തിറാറാണ് ശരിക്കും എന്താ അവിടുത്തെ പ്രാർത്ഥന. ഇപ്പൊ ഉദാഹരണം പറയാം, അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലേ വല്ലാതെ വിശന്ന് ഇടങ്ങാറായ സമയത്ത് എന്ത് ചെയ്തു? ആ സമയത്ത് എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് പിന്നെ പഠിച്ച റബ്ബി ലിമ അൻസൽത ഇലയ മിൻ ഖൈറിൻ ഫഖീർ എന്ന് പറഞ്ഞു. വല്ലാതെ വിശന്നിടങ്ങാറായപ്പോ നിന്റെ ഖൈറിലേക്ക് ഞാൻ ആവശ്യമുള്ളവനാണെന്നാണ്. എന്നാ എന്താ പറയില്ല, പഠിച്ചോ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അത്രയും ഇടങ്ങാറായി ടയേർഡായി വിശന്ന് പൊലിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായപ്പോ അള്ളാഹുവിനോട് പഠിച്ചോനായി ഞാൻ എന്റെ ഖൈറിലേക്ക് ആവശ്യക്കാരനാണെന്ന് പറഞ്ഞു. എന്നാലും ചെയ്യുന്നില്ല ആ കാര്യങ്ങൾ ഉണ്ടാകുന്ന മുസാമി പറഞ്ഞു. എന്താണ് അവിടെ ഇൽത്തിറാർ പ്രകടിപ്പിക്കണം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകള് അവരുടെ ട്രിക്ക് എന്താ വെച്ചാല് അവരെന്താ അള്ളാഹുവിനെ ഇൽത്തിറാർ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ എത്രത്തോളം അള്ളാഹിനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ അത്രത്തോളം ഇൽത്തിറാർ കൂടും. അതിന് അറ്റല്ലാന്നാ. ഇപ്പൊ മാരിഫത്തിന്റെ പിന്നെ നമുക്കറിയാം, മാരിഫത്തിന്റെ എന്താ പറയാ സയ്യിദുൽ ആരിഫാണ്. ആര് സയ്യിദുൽ ആരിഫിന്റെ പേരെന്താ? അല്ല, സയ്യിദുൽ ആരിഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നബിയുടെ അത്ര ആരിഫുണ്ടോ? ഇല്ലല്ലോ. സയ്യിദുൽ ആരിഫാൻ നബിതങ്ങള്. നബിതങ്ങളോട് അല്ലാഹു എന്താ പറഞ്ഞേ? വഖുൽ റബ്ബി സിദ്നി ഇൽമെന്നാണ്. റസൂലുള്ളാഹി ഇൽമ് എത്ര അറ്റല്ലാത്ത ഇൽമാണ്. ആ റസൂലുള്ളാഹിനോട് അല്ലാഹു എന്താ പറഞ്ഞേ? എനിക്ക് നീ ഇൽമിനെ കൂട്ടി ഇനിയും മാരിഫത്ത് എന്ത് ചെയ്യണം. അതിന് മഹാന്മാർ പറഞ്ഞെന്താണ്? അതിന് പറഞ്ഞെന്താണ്? അപ്പോ റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം? അള്ളാഹു എനിക്ക് നീ അറിവ് കൂട്ടി തന്നെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ്? ആ അള്ളാഹുവിനുള്ള ആ തിരിച്ചറിവ് മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഇല്ലാതെ വേറൊന്നും എനിക്ക് കഴിയില്ല എന്നുള്ള ബോധ്യം കൂട്ടി തരണം എന്നാണ്. അപ്പൊ അതിന് ശരിക്കും ഇൽത്തിറാറാണ്. അതുകൊണ്ട് മഹാന്മാർ പറയുമ്പോൾ ഇൽത്തിറാവും ഇലാ സിയാദത്തിൽ ഇൽമി അപ്പൊ ഇൽത്തിറാറ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അത് നമുക്ക് എത്രത്തോളം കൂടണോ അത്രത്തോളം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യകത കൂടി വരും. അറിവിനനുസരിച്ച് ഞാൻ പറഞ്ഞ മരിപ്പത്ത് കൂടുന്നതനുസരിച്ച് ഏത് കൂടി വരും? ഇൽത്തിറാറ് കൂടി വരും. ലായസാല് പറഞ്ഞാൽ എന്താ? സാലാറ നീങ്ങാന്നാണ്. ലായസാല നീങ്ങൂലെന്നർത്ഥം. നീങ്ങൂലെന്ന് പറഞ്ഞാൽ നിലച്ചു പോവില്ല. ആ ഇൽത്തിറാർ അത് കൂടിക്കൊണ്ടേ വരും. അപ്പൊ ആരിഫിനെ സംബന്ധിച്ചുള്ള ഇൽത്തിറാർ കൂടിക്കൊണ്ടേയില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള കയ്യൂമത്തി എന്ന് അവരിങ്ങനെ സ്ഥിരപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നോ അത്രത്തോളം പിന്നെ അറിയാൻ നമുക്ക് ദാഹം കൂടി വരും. കാരണം നമുക്ക് വളരെ പൊടിയാണ് ഇല്ല കലീലെന്നാണ്. മൊത്തം തന്നതിനെ കുറിച്ച് അള്ളാഹുവിനെ വളരെ കുറച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്നു അത്രത്തോളം എന്ത് ചെയ്യും? അള്ളാഹുവിനുള്ള ആവശ്യകത നമുക്ക് കൂടി വരും. അതുപോലെ അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ അള്ളാഹുവിന്റെ ആരിഫിനെ വരും. അള്ളാഹുവിന്റെ ആരിഫിനെ സംബന്ധിച്ച് വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? അവരെ ഹൃദയത്തെ അള്ളാഹുത്താല അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്ക് പോകാൻ എന്ത് ചെയ്യില്ല, അവരുടെ മനസ്സ് അള്ളാഹുത്താല അനുവദിക്കൂല. അള്ളാഹു തന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, വാനലോകത്തുള്ള എന്താണ് മലക്കുകളുടെ സംഭാഷണം കട്ട് കേൾക്കുന്നതിനെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. പിശാചുകൾ കട്ട് കേൾക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും വലിയ സംഭവമല്ല എന്ത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകള് അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്ക് മനസ്സ് പോകുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും? അള്ളാഹു തആല എന്ത് ചെയ്യും? അവരെ കാക്കും. അള്ളാഹു തആല എന്ത് ചെയ്യില്ല, അതിന് അനുവദിക്കൂല. അതാണ് പറയുന്നത്. പിന്നെ എപ്പോഴെങ്കിലും അവരുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യും?
തിരിച്ച് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? അവന്റെ മനസ്സിനെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത് ഫവ മഹ്ഫൂദു മിനൽ അയ്യാറി എന്നാണ്. അള്ളാഹു അല്ലാത്ത വേറൊന്നിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യും? അള്ളാഹു സംരക്ഷിക്കപ്പെട്ടവരാണ്. ആരിഫീങ്ങൾ സംബന്ധിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നത്. മീൻകുൽ ജിഹത്തിൻ ബി മദദിൽ അൻവാറി, അള്ളാഹുവിന്റെ ആത്മീയമായ ആ പവർ കൊണ്ട് മറ്റുള്ള എല്ലാത്തിൽ നിന്നും അള്ളാഹു തആല അവനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് അവരുടെ മനസ്സ് അള്ളാഹുവിനെ കൊണ്ട് ഫുൾ ടൈം എന്തായിരിക്കും? സമ്പുഷ്ടമായിരിക്കും. അപ്പൊ അവർക്ക് എന്താ ആവശ്യം ഉണ്ടാവില്ല? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അവരുടെ സകല ഫുൾ ടൈം അമ്മ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹു അമ്മായി കഴിഞ്ഞാൽ എന്താ പറയാ? ഫുൾ ടൈം ഒരു മനുഷ്യന്റെ അമ്മ അള്ളാഹു ആയ എന്താ ഉണ്ടാകുക? അവന്റെ എല്ലാ കാര്യങ്ങളും ആരെ ഏറ്റെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അള്ളാഹു തആല ഏറ്റെടുക്കുന്ന. കാരണം അവരുടെ മനസ്സിൽ ഇന്ന റബ്ബിന്റെ ഹൃദയത്തിൽ നിന്ന് പോയതെന്നുള്ള മാത്രം ചിന്താഗതിയാണ്. ഇന്ന റബ്ബിന്റെ കൂടെ വേണമെന്നുള്ള ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആരെ ഏറ്റെടുക്കും? അള്ളാഹു തആല ഏറ്റെടുക്കും. അപ്പൊ രണ്ട് സംഗതികളാണ്. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു താല എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു താല കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് മഹാന്മാർ പറയുന്നത്. നമ്മളെ മനസ്സ് എങ്ങനെയാ നോക്കണം എന്നാ. നമ്മുടെ മനസ്സിൽ ചില വിഷയത്തിൽ പ്രാർത്ഥിക്കാനാണ് മനസ്സെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ചില സമയത്ത് നമുക്ക് അള്ളാഹുവിൽ തവക്കൽ ചെയ്യാനുള്ള അവസ്ഥയാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അപ്പൊ നമ്മൾ അള്ളാഹുവിൽ ഇത്റാറിന്റെ അവസ്ഥയിലേക്ക് പോയാൽ മതി. റബ്ബിനെ തിരിച്ചറിഞ്ഞ് ബോധം ഉണ്ടായി ഇന്ന് റബ്ബിനെ ഏറ്റെടുക്കുന്ന ബോധത്തിൽ അങ്ങോട്ട് പോയാൽ മതി. അപ്പോഴെന്ത് ചെയ്യും? അള്ളാഹു താല ഏറ്റെടുക്കും. അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ എപ്പോഴും പറയുന്നില്ലേ അല്ലെ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് അല്ലേ, ആ സമയത്ത് പോലും എന്ത് ചെയ്തില്ല? അവിടെ എന്താണ്? ഇത്റാറ് കാണിച്ചു. കാരണം എന്താണ്? അള്ളാഹുവിനോട് കൂടെ കരാറാണ്. കരാറ് ഉദ്ദേശിച്ച അറബി വാപ്പിലെ കരാർ, മറ്റേ കരാറല്ല കേട്ടോ. കരാറ് എന്താ? അള്ളാഹുവിനെ കൊണ്ടുള്ള സ്ഥിരതയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇന്ന റബ്ബിന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ബോധ്യമാണ് അവിടെ ആ കരാറ് സ്ഥിരത. അപ്പൊ അതുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു തആല നടത്തും എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട? സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം അവർ ഫുൾ ടൈം, ഞാൻ പറഞ്ഞ ഒരു ഫുൾ ടൈം പ്രാർത്ഥനയിലാണ് അതിനർത്ഥം. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ നെഗ്ലക്ട് ചെയ്യല്ല, പ്രാർത്ഥനയെ അവഗണിക്കല്ല. അള്ളാന്റെ വിശ്വാസന്മാരാ എന്താണ്? അവര് ഫുൾ ടൈം പ്രാർത്ഥന. അല്ലതിനും ഈ സ്വലാത്തിയും ദായിമുൻ, അവരെന്ന് എപ്പോഴും നിസ്കരിക്കുന്നവരാണ്. നമ്മളൊരു 5 വക്തിലല്ല നിസ്കാരം നിസ്കരിക്കാൻ എന്താ? പ്രാർത്ഥന അല്ലേ? നിസ്കാരത്തിലെ കാര്യമായ അല്ലേ? നമ്മളെന്താ പറയുന്നത്? എന്താണ് നിസ്കാരത്തിലെ ചില സ്ഥലത്തൊക്കെ എന്താ പറയുന്നത്? ദിക്ർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്താണ്? അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ അവര് ഫുൾ ടൈം ആരിലാണ് നിസ്കരിക്കുന്നവരെന്താ? ഫുൾ ടൈം അള്ളാഹുവിൽ പ്രാർത്ഥന. അവർ ഫുൾ ടൈം പ്രാർത്ഥനയിലാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് രണ്ട് സംഗതികൾ ഫുൾ ടൈം അവരിലുണ്ട്. ഒന്ന് അള്ളാഹുവിനുള്ള ഇത്റാറ്, രണ്ട് അള്ളാഹുവോടല്ലാതെ വേറൊരു കരാറും ഒരു സ്ഥിതിയും അവർക്ക് ഇല്ല. അപ്പൊ പിന്നെന്താ ആവശ്യമില്ല? അവരുടെ മനസ്സ് അള്ളാഹുവിനെ കൊണ്ട് സമ്പുഷ്ടമാണ്. ആ സമ്പുഷ്ടതയാണ് അവരുടെ പ്രാർത്ഥന. ആ അവസ്ഥയിൽ ആരെത്തും? അള്ളാഹുവിന്റെ അടിമകൾ എത്തും. എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അപ്പൊ എല്ലാം ഏറ്റെടുക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ അവര് എത്തും. ഞാൻ പറഞ്ഞേ ഇവിടെ ദുആ ഉണ്ട്, പക്ഷെ ദുആ ഏതർത്ഥത്തിലാണ്? ഇത്റാറാണ് ഇവിടുത്തെ പ്രാർത്ഥന എന്നർത്ഥം. അപ്പോ ആ ഇത്റാർ തന്നെ മതി. അപ്പൊ ഇത്റാർ എന്താണ്? ഏറ്റവും വലിയ ഏതാണ്? പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്സഹായത കാണിക്കുക. അതാണ് അമ്മ യുജീബു ദഅവത്തുൽ മുദ്തറിന്നാണ് അല്ലെ? ഞാൻ മഹാനായ ഷിബിലിയോട് ഒരിക്കൽ ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്തു? എന്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോ ഷിബിലി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പോയി വീട്ടിലേക്ക് പോയി വീണ്ടും വരാതെയായി. അപ്പൊ വീണ്ടും കാണാതായപ്പോ വീണ്ടും പറഞ്ഞു വരുന്നോളാന്ന് പറഞ്ഞു. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു ഞാൻ അത്രയും നിസ്സഹായാണ്, എന്റെ കുട്ടി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കഴിയില്ല, എന്നെ അത്രയും നിസ്സഹായാന്ന് പറഞ്ഞപ്പോ ഷിബിലി എന്താ പറഞ്ഞറിയോ? ഞങ്ങൾ വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ കുട്ടിയോടെ വീട്ടിലുണ്ടാവുമെന്നാ പറഞ്ഞേ. അങ്ങനെ പോയപ്പോ ആ കുട്ടിയോടെ വീട്ടില് ഉണ്ട്. അപ്പോ ആളുകൾ വന്നിട്ട് ഷിബിലിയോട് ചോദിച്ചു. ഷിബിലി പറഞ്ഞ വലിയ സൂഫിയായിരുന്നു. അതിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയതാണ്? ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? ആ സ്ത്രീയുടെ ഇത്റാറെന്ന് പറഞ്ഞു. കാരണം ആ ഇത്റാർ എന്താണ്? അമ്മ യുജീബു ദഅവത്തുൽ മുദ്തറിന്നല്ല. നിസ്സഹായത ഉണ്ടെങ്കിൽ എന്താണ്?
അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്ന. അപ്പൊ ഇസ്തിഗ്ഫാറാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മളമാര് ഇങ്ങനെ എണ്ണി പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സാധാരണ ആളുകൾ താരണം എന്ന് വെച്ചാൽ ഇത് തോന്നില്ലേ അത് കിട്ടൂല, മറ്റേത് തോന്നില്ലേ ഇത് കിട്ടൂല അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇത് തോരക്കാൻ വിട്ട തോന്നില്ല ആകെ കയ്യിൽ നിന്ന് പോയി ഇങ്ങളൊന്നും അല്ലേ, ചിലപ്പോ എന്താണ് ഇറങ്ങുമ്പോ തോർക്കും വൈക്കം തോർക്കും. ഇതൊക്കെ ശരിക്കും എന്താണ് ശരിക്ക് അത് അടിമത്തത്തിന്റെ ഭാഗമായി അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അങ്ങനെ അതിലെന്ത് ചെയ്യേണ്ട സ്ട്രെസ് ആവേണ്ട, ഇടങ്ങാറായിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു തആലയുള്ള എന്റെ റബ്ബിന്റെ ഏറ്റെടുത്തിട്ടുള്ള എനിക്കെന്റെ റബ്ബിന്റെ കഴിയുന്നുള്ള നിസ്സഹായതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എന്നാൽ ഒരു മനുഷ്യന് ദ്വാരക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? അതും അള്ളാഹു തആല തരാൻ വിചാരിച്ചതിന്റെ അടയാളം എന്ന് പറഞ്ഞത്. നമുക്ക് എപ്പോഴും ചില വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ തോന്നും, ചില വിഷയം നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ തോന്നും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് നടക്കൂല, പക്ഷെ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ദ്വാരക്കാൻ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രാർത്ഥിക്കണം. അത് നടക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണ്ട. അള്ളാഹു തആലക്ക് നടത്താൻ പറ്റാത്ത ഒരു സംഗതി ഇല്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർന്ന. എനിക്കത് നടക്കൂല എന്ന് തോന്നിക്കണം എന്താ, എനിക്ക് ആ സംഗതി നടക്കൂല എനിക്ക് തോന്നുന്നുണ്ട് എന്താ, അള്ളാഹു തആലക്ക് എനിക്ക് നടത്തി തരാനുള്ള കഴിവില്ല എന്നല്ലേ. അത് വളരെ മോശമല്ലേ. അപ്പൊ എന്താ നടക്കാത്ത കാര്യം. ഇപ്പൊ നമ്മളത് ഒരു കാശുമില്ല, ഒരു വീട് പണിക്കുമ്പോൾ തോർക്കാൻ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, അത് തോർക്കണം. കാരണം അത് ചെയ്തു തരാൻ കഴിവ് ആർക്കുണ്ട്, അള്ളാഹ്ക്കുണ്ട്. രോഗത്തിൽ നിരാശപ്പെടണ്ട, മാറ്റാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിൽ തോർക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ പ്രാർത്ഥനാ സംഗതി എന്താണ്, ഇസ്തിഗ്ഫാറാണ്. അവർ അള്ളാഹു അല്ലാത്ത വേറൊന്നിനും എന്ത് ചെയ്യില്ല, സമാധാനം കാണുകയില്ല എന്നാ പറഞ്ഞു ചുരുക്കം. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ് അള്ളാഹു തആല അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന അവന്റെ സ്വാലിഹ്യങ്ങളായ നല്ല അടിമകൾ അള്ളാഹു തആല നമ്മളെ പെടുത്തട്ടെ. നമ്മൾ പറഞ്ഞു കേട്ട് എല്ലാം സ്വാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഫാത്തിഹ ഓതി